ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ശ്രദ്ധിക്കണം. ഇത് കാപ്പിക്കുരുവാണ്. നമ്മുടെ ഈ കാണുന്ന കായ് കാപ്പിയുടെ കുരുവാണ്. നമ്മൾ കാപ്പിയൊക്കെ കുടിക്കാറില്ലേ, അതിന് ഉപയോഗിക്കുന്ന കാപ്പിക്കുരു. ഇത് എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാപ്പിയുടെ മരമാണ്. ഒരുപാട് മരം ഇതുപോലെയുള്ള കാപ്പീൻ്റെ മരങ്ങൾ നമ്മുടെ വീട്ടുപറമ്പത്ത് ഉണ്ട്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് വെച്ച് പിടിപ്പിച്ചതൊന്നും അല്ല എങ്കിൽ കൂടി ഒരുപാട് ഏകദേശം ഒരു 70 കിലോ 80 കിലോ ഓളം കാപ്പിക്കുരു ഓരോ വർഷവും നമുക്ക് കിട്ടാറുണ്ട്. അത് ഇപ്പം ഈ കാണുന്ന ഞാൻ ഇപ്പോൾ പറിച്ച് കണ്ടില്ലേ, അതൊക്കെയെന്ന് വെച്ചാൽ വളരെ പിഞ്ചാണ്. അത് മൂത്ത് വരണത്രേ. അപ്പോൾ നമ്മൾ ഈ പറമ്പത്ത് വന്നിട്ട് കുറച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തോട്ടമൊക്കെ കാട് പിടിച്ചിങ്ങനെ കിടക്കുവാന്ന്. ഒരേ മഴയല്ലേ, ഈ പെരുമഴയത്ത് ഒരു പണിയും എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഇത്രയും നാൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മഴയായതുകൊണ്ട് ഇവിടെ വന്നേയില്ല. ഇപ്പോൾ ഇന്നൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പോഴാണ് ഈ കാപ്പിക്കുരുവൊക്കെ ഇങ്ങനെ പിഞ്ച് കുറച്ചിങ്ങനെ വണ്ണം വെച്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത്. എല്ലാ കാപ്പിയിലും ഒന്ന് പോയി നോക്കി. അപ്പോഴവിടെയൊക്കെ എല്ലാത്തിനകത്തും ഈ വർഷം നന്നായിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ ഞെട്ടിലും കാപ്പിക്കുരുവാണ്. ഇങ്ങനെ ഈ കുരുമുളകൊക്കെ ഉണ്ടാകുന്നത് പോലെ ഓരോ കുരുമുളകിൻ്റെ ഓരോരോ ഞെട്ടിലും കാപ്പിക്കുരു. അതുപോലെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ കാപ്പിക്കുരു ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതാണ്. 1 2 3 4 5 4ഉം 5ഉം ഞെട്ടായിട്ട് ഓരോ കൊല പോലെ അങ്ങനെ കിടക്കുന്നതുള്ളത്. ഇത് ഈ വയനാട് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ അച്ഛൻ്റെയും അതുപോലെ അമ്മയുടെയൊക്കെ അച്ഛനുള്ള കാലത്തേ ഉള്ള ഇതാണ്, തോട്ടാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ അത് പറിച്ച് നടും എന്നല്ലാതെ കണ്ട് കൂടുതൽ ഒരു കൃത്യമായിട്ട് വളപ്രയോഗമോ അങ്ങനെയൊന്നും ചെയ്യാതെ കണ്ട് ഉണ്ടാകുന്ന കായാണ്. എന്നാലും ഒരുപാട് തൈകൾ, ഏകദേശം ഒരു 10-50ഓളം തൈകളുണ്ട്. കായ്ക്കുന്നത് തന്നെ ഏകദേശം ഒരു 10-25ഓളം കാപ്പി മരം ഉണ്ട്. അപ്പോൾ അത് പൊതുവേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അങ്ങനെ കാണാത്തതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്കിൽ പോലും ഇത് പൊതുവിൽ ഇങ്ങനെ കുറവാണ്. പക്ഷേ നല്ല ഒരു ശ്രദ്ധിച്ച് നമ്മൾ കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു നല്ലൊരു വരുമാനമായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് വേണമെങ്കിൽ ഇതിൻ്റെ കാപ്പിയുടെ തൈ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അത് നന്നായി വളരും. താല്പര്യമുള്ളവർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൈ ഞാൻ കൊടുക്കും. തൈ കൊടുക്കാൻ തയ്യാറാണ്. അത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് കാശൊന്നും വേണ്ട. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരില്ല, നിങ്ങൾ വന്ന് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പി മരം, ഇതാണ് നമ്മുടെ കാപ്പിത്തോട്ടം. നമ്മുടെ പഴയ വീടാണ് അവിടെ കാണുന്നത്. അങ്ങോട്ട് പോയില്ല. ഇവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഒരു പ്രദർശനം പോലെ അങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയോ ചെടികളുണ്ട്. കുരുമുളക് ചെടിയുണ്ട്, വാഴയുണ്ട്, കാപ്പിയുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ മാവുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാതരം നല്ല പഴവർഗ്ഗങ്ങൾ ഒക്കെയുണ്ട്. ഒരുപാട് മാങ്ങയൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട്